ടിക്ടോക്ക് സിംഗ്സ് ആണ്. മന്ദാകിനിയുടെ ഫിലിം ഇറങ്ങിയപ്പോഴാണ് അനാർക്കിയുടെ കണ്ണീത്തെ മറുക എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആ, അതിനെ പറ്റിയിട്ട് ഒരു സോങ് അടക്കം ഉണ്ടാക്കിയല്ലോ. അത് കുറെ അധികം ട്രെൻഡിങ് ആയിട്ട് പോയി, കുറെ ആൾക്കാർ റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എടുത്ത് കളയേണ്ടൊരു മറുകാണ്. പിന്നെ നല്ലൊരു ബർത്ത് മാർക്ക് പോലെ ഇപ്പൊ അത് ആക്ച്വലി ഒരു വളരെ ചെറിയൊരു ഏജിൽ വന്ന മറുകാണ്. പിന്നീടായുള്ളതേ വരുന്നു, ചിലപ്പോൾ എടുത്ത് കളയാം. ഇപ്പൊ ഡിസ്റ്റർബിംഗ് ആയിട്ടാണോ ഫീൽ ചെയ്യുന്നത്? ഇല്ല, ഡിസ്റ്റർബിംഗ് അങ്ങനെ ഒന്നുമില്ല. ഒരു വയസ്സ് പോലെ ഉണ്ട് ആ സാധനം. അത് പണ്ട് തീരെ ചേർത്തായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ട്രേഡ് മാർക്ക് ആയല്ലോ, പല ഈ സോങ് ഒക്കെ വന്നതിന്റെ ശേഷം അനാർക്കിലിയുടെ മറുകുന്നു, കണ്ണിന് മറുകുന്നുണ്ട്. അപ്പൊ അപൂർവമായിട്ട് വരുന്നതല്ലേ. ആറാട്ടനായിട്ടുള്ള ഒരു ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ, അവന്റെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പോയി. പക്ഷെ പലരും അവോയ്ഡ് ചെയ്യാറാണ് ചെയ്യാറ്. അതുപോലെ കുറെ സെലിബ്രിറ്റീസിനൊക്കെ വിളിക്കാറുണ്ട്, അപ്പൊ പലരും അവോയ്ഡ് ചെയ്യും. പക്ഷെ നേരെ തിരിച്ചാണ്, ബ്ലോക്ക് ചെയ്യാൻ തോന്നില്ല പാവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിനുശേഷം വിളിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ ഒന്നുമില്ല. അനാർക്കിലിയുടെ വീഡിയോ വെറുതെ ഒന്ന് 30 സെക്കൻഡ് റീൽ ഇട്ടാൽ തന്നെ 1 മില്യൺ ആണ് റീച്ച് പോകുന്നത്. അത് കാര്യമാണ്. അതാണ് ഇത്രയധികം ക്യാമറാസ് ഉള്ളത്. അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടല്ലോ അല്ല, ഡ്രസ്സിനനുസരിച്ചാണോ ട്രെൻഡിങ് ആവുമെന്ന് വിചാരിക്കുന്നത്? പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല, പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്യാറില്ല. ഇതൊന്നുമില്ല, ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇന്ന ഡ്രസ്സിങ് സ്റ്റൈലൊന്നുമില്ല. ഓരോ സിനിമകൾക്കനുസരിച്ച് ഗഗനേരി ഇങ്ങനത്തെ ഒരു കൂടായതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ മന്ദായിരിക്കാൻ ചുരിദാറൊക്കെ ഇട്ടുണ്ടല്ലോ. അതേപോലെ ഞാൻ റോബോട്ടിനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോ മറ്റേ അത് പേടിക്കുന്ന കുറെ സീനൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഭയങ്കര ഇതായിട്ടാ പോയിട്ടായിരുന്നു. അന്ന് ശരിക്കും പേടിച്ചിട്ടായിരുന്നു. ശരിക്കും പേടിച്ചു. ഞാൻ അഭിനയിച്ചെന്ന് വിചാരിച്ചു. പേടിച്ചെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഭയാനകമൊന്നുമല്ല. അധികം പെട്ടെന്ന് ഇങ്ങനെ മുമ്പിലോട്ട് വരുമ്പോ ഫ്രണ്ട്സൊക്കെ മൂവി കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഭയങ്കര അഭിപ്രായം തന്നെ. ഫ്രണ്ട്സൊക്കെ ആക്ച്വലി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ റിലീസായതിനു ശേഷം ആക്ച്വലി അല്ലാത്ത ഓഡിയൻസ് ആണ്. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അന്നേരം കണ്ടിരുന്നു. 2 സ്ക്രീനിങ് ഉണ്ടായിരുന്നു. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര അഭിപ്രായമാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, യൂട്യൂബിലൊക്കെ എല്ലായിടത്തും ഭയങ്കര അഭിപ്രായങ്ങളാണ്. നിങ്ങളൊക്കെ കണ്ടായിരുന്നു? അപ്പോൾ നല്ല ഭയങ്കര നല്ല റെസ്പോൺസാണ്. ഇത്രയും ഒരു നെഗറ്റീവ് പോലും ആക്ച്വലി ഇതുവരെ വന്നിട്ടില്ല. അങ്ങനൊരു എക്സ്പീരിയൻസ് ആക്ച്വലി ആദ്യമായിട്ടാണ്. ഭയങ്കര നല്ല റെസ്പോൺസ്. പക്ഷെ ഇതിന്റെ ഹൈപ്പ് വളരെ കുറവാണല്ലോ. മൂവിയുടെ ഒരു എക്സ്പെരിമെന്റ്, ഇതൊരു കണ്ടന്റ് അനുസരിച്ചുള്ള ഹൈപ്പ് ഫിലിമിന് വന്നിട്ടില്ല. അത്ര ആളുകളിലേക്ക് എത്തിയിട്ടില്ല. എക്സ്പെരിമെന്റൽ പടം ആയതുകൊണ്ട് എനിക്കത് ഇങ്ങനെ ആൾക്കാർ കുറെ തിയേറ്റേഴ്സിലൊക്കെ ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന് ഇങ്ങനെ വരും, ലാഭമൊക്കെ വരും അറിയത്തില്ലാത്തതുകൊണ്ടാവാം. പക്ഷെ ഇപ്പം സ്ക്രീൻസ് കൂട്ടുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് മുതൽ എന്തായാലും സ്ക്രീൻസ് ഇന്ന് തന്നെ അത്യാവശ്യം സ്ക്രീൻസ് കൂടിയിട്ടുണ്ട്. നേരത്തെ അതുപോലെയല്ല. ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി സ്ക്രീൻസ് വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഇതെങ്ങനെ ആൾക്കാർ റിസീവ് ചെയ്യും എന്നുള്ളത്. യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുമായിരിക്കും എന്നൊരു ധാരണ ഉണ്ട്. എന്നാലും ഇതൊരു എക്സ്പെരിമെന്റ് പരിപാടി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ള
പലരും കമന്റ് ചെയ്യണുണ്ട് കേട്ടോ, അവരുടെ ആ പ്രദേശങ്ങളിൽ ഈ ഫിലിം റിലീസായിട്ടില്ല എന്ന് വിചാരിച്ചു. പതുക്കെ റിലീസാവും. അല്ല, ഇതിലൊരു ബോൾഡ് അറ്റംപ്റ്റ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ലിപ് ലോക്കിങ്. അല്ല പല അതിന്റെ ഒരു കഥയുടെ ഒരു ഭാഗമായിട്ട് ബോൾഡ് അറ്റംപ്റ്റ് എന്ന് വിളിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. പക്ഷെ കാരണം ഇപ്പോഴും മറ്റേ ഈ ഫീമെയിൽ സ്റ്റാർസ് ഇങ്ങനത്തെ ഒരു സീനൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴും അങ്ങനെ രീതിയിൽ തന്നെ എപ്പോഴും പറയാറ്. അതുകൊണ്ട് ഞാൻ പ്രയോഗിച്ചു എന്നുള്ളവരാ അത് മനസ്സിലായി. എനിക്ക് അങ്ങനെ തോന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞേക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് തോന്നില്ല. കഥയ്ക്ക് ആവശ്യമുള്ള എന്തെങ്കിലാണെങ്കിൽ ചെയ്യുക എന്നാണ് തോന്നുന്നത്. അതിനെ ബോൾഡ് അറ്റംപ്റ്റ് ട്രോള് കണ്ടായിരുന്നു. ഏതാ ഡ്രസ്സിന്റെ കണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? ഒരു പരീക്ഷണം നടത്തിയതാ, ചെറുതായിട്ട് പാളിയില്ല, അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ലേ? ഞാനങ്ങനെ വിചാരിക്കുന്നുള്ളൂ. അത് കുറച്ച് മൈലേജ് കിട്ടി, സിനിമയ്ക്കുള്ള മൈലേജ് കിട്ടി. അങ്ങനെ കുറച്ചൊരു ഗഗനകാരിയെ പറ്റി അറിഞ്ഞല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഞങ്ങളുടെയൊക്കെ ഇതില്ലേ ഒരു പ്രതിഷേധവും കൂടെ കാണിക്കുക എന്നുള്ളതായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം സ്ത്രീകൾക്ക് എത്ര ഡ്രസ്സ് ഇടാനും ഇപ്പോൾ സ്വാതന്ത്ര്യം എല്ലാവരും പറഞ്ഞ് ആയി വരുന്നുണ്ട്. അതായത് പുരുഷന്മാർ ആ തരത്തിൽ ഡ്രസ്സ് ചെയ്താൽ അവിടെ അതൊരു മോശമായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇല്ലേ? കാരണം ഞാൻ സിമ്രയുടെ ബിക്കിനി ഇട്ടൊരു കുട്ടിയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിലുള്ള കമൻറ്റുകൾ മോശമായിട്ട് വരുമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അത് ഫാഷൻ ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ കിട്ടും. അതേസമയം പുരുഷന്മാർക്ക് അത് സാധിക്കാറില്ല. അവർക്ക് ഷോർട്സ് ഇട്ടാൽ പോലും അതിന് ഒത്തിരി നെഗറ്റീവ് കമൻറ്റേ വരുള്ളൂ. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല ഈ ബോഡി ഷേമിങ്ങും ഇങ്ങനെയുള്ള ഡ്രസ്സിൻ്റെ പ്രശ്നമുള്ളത് പുരുഷന്മാർക്കും ഉണ്ട്. എനിക്കൊക്കെ ആഗ്രഹമുണ്ട് ഇതുപോലെ ഫാഷനല്ലേ, എന്താ സ്ത്രീകൾക്കാവെങ്കിലും എനിക്ക് വയ്ക്കില്ല. അല്ല, സ്ത്രീകൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് ശരിക്കും ഡ്രസ്സിങ്ങിന്റെ. ഇപ്പം പുറത്താണെങ്കിൽ പോലും എല്ലായിടത്തും അതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പൊ ഉണ്ട്. പക്ഷെ പുരുഷന്മാർക്ക് അതില്ലാന്ന്. പുരുഷന്മാർക്ക് അതില്ലാന്ന്. അതെ ഇല്ല ശരിയാ. പക്ഷെ അത് അതിലേക്ക് പതുക്കെ വരുന്നാണ് തോന്നുന്നത്. ഇപ്പം റൺവീർ സിംഗ് ഒക്കെ ഭയങ്കര ഫാഷനബിൾ ആയിട്ട് സ്കർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. നിങ്ങൾ അതുപോലെ വരണം, നോക്കട്ടെ എങ്ങനെയാണെന്ന് റെസ്പോൺസ് അറിയട്ടെ. അല്ല, അത് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇപ്പം അത് അത്ര ആക്സെപ്റ്റബിൾ അല്ലാന്ന് തോന്നുന്നു. ആക്സെപ്റ്റബിൾ അല്ലാന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത് ദഹിക്കാൻ കുറച്ച് പാടായിരിക്കും. പതുക്കെ അതിലേക്ക് വരും. നമ്മൾ കുറേയൊക്കെ ഫാഷനിൽ മുൻപോട്ട് വരുന്നില്ലേ? പതുക്കെ നിങ്ങൾക്കും അങ്ങനെ ഒരു പ്രശ്നം കഴിയുന്നത്. സിംപ്ലി പറഞ്ഞ കുറച്ച് ഓവറായാലേ ആൾക്കാർ ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഒരു ട്രെൻഡ് ആവുന്നത് ഉറപ്പായിട്ടും അതൊരു വലിയ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മെജോറിറ്റി ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തത് ട്രെൻഡ് ആവുന്നില്ല, അതെപ്പോഴും ഒരു എക്സ്പെരിമെന്റ് ആവുന്നു. അപ്പോൾ ഒരു ട്രെൻഡ് എപ്പോഴും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഓക്കെയാണ്. അന്ന് ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? അതായത് ഈ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇനീഷ്യലി. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും വരട്ടെ എന്തും. അപ്പോൾ ഞാനിതിങ്ങനെ ഇട്ടുകൊണ്ട് മുമ്പിലോട്ട് വരുമ്പോൾ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ എങ്ങനെയുണ്ട്, ഇത് കൊള്ളാം പക്ഷെ നീ ഏറിക്കറും ഏറിക്കറും അത് ഉറപ്പാ. പക്ഷെ കുഴപ്പമില്ല, പക്ഷെ ഏറിക്കറ റെഡി ആയിട്ട് വേണം പോവാൻ. അതിനുശേഷം അയ്യോ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ലെന്ന് വിഷമിക്കില്ല, എന്തായാലും പറയും. അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. ആദ്യമേ ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. അതായത് ഇട്ടോണ്ട് പോകുമ്പോ തന്നെ ഇപ്പൊ ലുലുവിലേക്ക് ഇട്ടോണ്ട് പോകും സൈഡിൽ പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ റെസ്പോൺസസ് എനിക്ക് കാണാൻ കഴിഞ്ഞായിരുന്നു. ഉമ്മ വിളിച്ച് നീ എന്നാന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ മിണ്ടരുത് ഞാൻ ഒന്നും പറയരുത്, ഞാൻ കേട്ട് മടുത്തിരിക്കും പറയരുത് പറഞ്ഞ് പോകട്ടെ. പിന്നെ വിളിച്ചില്ല
പിന്നെ വിളിച്ചു, പിന്നെ ആ കാര്യം സംസാരിച്ചിട്ടില്ല. ഞാൻ അപ്പഴേ പറഞ്ഞു സംസാരിക്കുന്നു. അല്ല നോർമലി ഇങ്ങനെയുള്ള സംസാരിക്കുന്നത് ഉമ്മയോട് സംസാരിക്കുന്നത്. അല്ല ഇങ്ങനെയുള്ള വൈറൽ കേസുകളൊക്കെ ഉമ്മച്ചി ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. ഉമ്മ ഫാഷൻ സെൻസ് എന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. വളരെ എന്താ ക്രിട്ടിക്കലായിട്ട് അതിനെ കാണാറുണ്ട്. എന്താ അതിന് ഒരു ക്രിറ്റിസം എന്നുള്ള രീതിയിൽ അതിനെ സമീപിക്കാറില്ല. അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഇടപെടുന്ന പരിപാടിയൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു അഭിപ്രായം പറയും. നീ ഇങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞത്. എന്തായാലും സാധനം സെറ്റായി. രണ്ടു ജോഡികൾ എടുത്തു. നോക്കുന്നുണ്ട് ഇനി പല സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇനിയും വെറൈറ്റി പോലെ പ്രതീക്ഷിക്കാം. എന്താ വെറൈറ്റികൾ ഇനിയും പ്രതീക്ഷിക്കാന്നുള്ളത്. പലതും ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി സേവ് ചെയ്ത സ്റ്റൈലിസ്റ്റിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നും തയ്ച്ചു തരണം. ഈ ഒരു മോഡൽ